ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുക, ഹായ്, ഐ എം ഷാഹില, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവരാണ്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ മേക്കപ്പ് പ്രൊഡക്ട്സ് നിങ്ങളെ കയ്യിൽ വേണം എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വന്നിട്ട് നിങ്ങൾ ബേസിക് ആയിട്ടുള്ളത് മുതൽ സ്റ്റാർട്ട് ചെയ്യുക. ബേസിക് കാര്യങ്ങൾ എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക, എന്നാലേ നിങ്ങൾക്ക് മേക്കപ്പ് ഇടുമ്പോൾ നിങ്ങളുടെ സ്കിന്നിന് പ്രശ്നമില്ലാതിരിക്കും. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ മോയ്സ്ചറൈസർ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക. മോയ്സ്ചറൈസർ നിങ്ങളുടെ ഫേസിലേക്ക് മേക്കപ്പ് പ്രൊഡക്ട്സ് കയറാതെ, പോൾസ് ഉണ്ടെങ്കിൽ അതിലേക്കൊന്നും കയറാതെ അവിടെ ലോക്ക് ചെയ്യും. അപ്പോൾ നല്ലൊരു മോയ്സ്ചറൈസർ നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക. രണ്ടാമത്തേത് പ്രൈമർ. നിങ്ങളെ ഫേസിൻ്റെ, അതായത് മേക്കപ്പിൻ്റെയും ഫേസിൻ്റെ ഇടയിൽ ഒരു ബേസ് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യും. നിങ്ങളെ മേക്കപ്പ് കുറേ സമയം ലാസ്റ്റ് ചെയ്യാനും പ്രൈമർ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ രണ്ടാമത്തേത് പ്രൈമർ. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മിസ്സാക്കാതെ എപ്പോഴും മേക്കപ്പിൻ്റെ മുന്നേ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നുള്ളത് ഐബ്രോ പാലറ്റ്. ഒരു ഐബ്രോ പാലറ്റ് മസ്റ്റാണ്. ഐബ്രോ പാലറ്റ് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ബ്ലാക്ക് ഐബ്രോ പാലറ്റ് വാങ്ങാതിരിക്കുക. കാരണം ബ്ലാക്ക് ഐബ്രോ നിങ്ങൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ടാവും. അപ്പം ബ്ലാക്ക് കളർ വാങ്ങാതിരിക്കുക. നിങ്ങൾ ബ്രൗൺ ഉണ്ട്, അങ്ങനെ ഒത്തിരി ബ്രൗൺ കളർ, യാഷ് കളർ, ഒരു യാഷ് കളറിൽ വരുന്ന കളേഴ്സ് ഉണ്ട്. അപ്പോൾ ആ കളറൊക്കെ വാങ്ങുക, ബ്ലാക്ക് കളർ വാങ്ങാതിരിക്കുക. പിന്നെ ഐ ഷാഡോ പാലറ്റ് നിങ്ങൾ വാങ്ങുമ്പോൾ ന്യൂഡ് ഐ ഷാഡോ പാലറ്റ് നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക. കാരണം ന്യൂഡ് കളർ ഐ ഷാഡോ പാലറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ലുക്കും, നേരെ മറിച്ച് നിങ്ങൾക്കൊരു സിമ്പിൾ ലുക്കും ചെയ്യാൻ ആ ഐ ഷാഡോ പാലറ്റ് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ അങ്ങനൊരു ഐ ഷാഡോ പാലറ്റ് വാങ്ങാൻ ശ്രമിക്കുക. പിന്നെ മസ്കാര നിങ്ങൾ വാങ്ങുമ്പോൾ മസ്കാരയിൽ വോളിയം തോന്നുന്ന മസ്കാര എക്സ്ട്രാ വേറെ തന്നെ ഉണ്ടാവും, ലെങ്ത്ത് തോന്നുന്ന വേറെ തന്നെ ഉണ്ടാവും. അല്ല, ഇത് രണ്ടും കൂടി ഉള്ളതും ഉണ്ടാവും. അപ്പോൾ നിങ്ങളിത് രണ്ടും കൂടി വരുന്ന മസ്കാര വാങ്ങാൻ ശ്രമിക്കുക. ഓക്കെ. പിന്നെ വരുന്നത് ലിപ്സ്റ്റിക്ക് നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാതിരിക്കുക ലിപ്സ്റ്റിക്ക്. കാരണം നിങ്ങൾ ചിലപ്പോൾ കാണുന്ന ഷെയ്ഡായിരിക്കില്ല നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് അത് വാഷ് ഔട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ഷോപ്പിൽ പോയിട്ട് വാങ്ങുക. ലിപ്സ്റ്റിക്ക് വാങ്ങുമ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് പറ്റിയത് വാങ്ങുക. പിന്നെ ഫൗണ്ടേഷൻ വാങ്ങുമ്പോഴും ഇതുപോലെ തന്നെ നിങ്ങൾ പോയി വാങ്ങാൻ ശ്രമിക്കുക. ഒരിക്കലും നിങ്ങൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യരുത്. കാരണം നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ, അതായത് വീഡിയോ ഇൻഫ്ലുവൻസർ ആരെങ്കിലും ഇതൊക്കെ നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ അത് നിങ്ങളുടെ സ്കിന്നിന് ചേരണമെന്നില്ല. അത് കണ്ടാലേ വേറൊരാൾ ഇടുന്നത് കണ്ടിട്ട് നിങ്ങൾ പോയി വാങ്ങിയാൽ അത് ചിലപ്പോൾ നിങ്ങളുടെ സ്കിന്നിന്, നിങ്ങളുടെ ബിഗിനറാണ്, അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും പോയി തന്നെ വാങ്ങുക. ഓക്കെ, നിങ്ങൾ പോയി തന്നെ വാങ്ങുക. പിന്നെ നിങ്ങളെ സ്കിൻ ഷെയ്ഡ് ശ്രദ്ധിച്ച് വാങ്ങുക. കാരണം അപ്പം ഇടുന്ന ഷെയ്ഡ് ഒരിച്ചിരി നേരം നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ആക്കി നോക്കിയിട്ട് നിങ്ങൾ വാങ്ങുക. അങ്ങനെ വാങ്ങിയിട്ട് കുറച്ച് നേരം വെക്കുക. ആ വെക്കുമ്പോൾ ആ കളറൊന്നും ചേഞ്ച് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഷെയ്ഡ് വാങ്ങുക. പിന്നെ വാങ്ങുമ്പോൾ വില കുറഞ്ഞതാണ് അല്ലെങ്കിൽ കേട്ടുപരിചയമില്ലാത്തതാണ്, വില കുറവിൻ്റെ പേരിൽ നിങ്ങളത് വാങ്ങിയേ ചെയ്യരുത്. അങ്ങനെ ഒരു ഫൗണ്ടേഷൻ നിങ്ങൾ വാങ്ങരുത്. ഉറപ്പായിട്ടും പണി കിട്ടും. നിങ്ങൾ പോയി വാങ്ങുമ്പോൾ അപ്പോൾ അത് വില കുറഞ്ഞാണ്, അതെടുക്കാം, ഇപ്പോൾ കയ്യിൽ ക്യാഷില്ല, അങ്ങനെ വിചാരിച്ച് നിങ്ങൾ വാങ്ങാതിരിക്കുക. പൈസ വെച്ച് നല്ല പ്രൊഡക്ട്സ്, അതായത് നല്ല പ്രൊഡക്ട്സാണെന്ന് ഉറപ്പ് വരുത്തി മാത്രം ഫൗണ്ടേഷൻ എന്നല്ല എല്ലാ പ്രൊഡക്ട്സും നിങ്ങൾ അങ്ങനെ വാങ്ങുക. കാരണം ഞാനൊക്കെ തുടക്ക സമയത്തൊക്കെ അങ്ങനെ വാങ്ങിയിട്ടുണ്ട്, എനിക്ക് നല്ല പണിയും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, തുടക്ക സമയത്ത് വാങ്ങുമ്പോൾ ഒരിക്കലും പൈസ കുറവിൻ്റെ നോക്കി നിങ്ങൾ വാങ്ങിയേ ചെയ്യരുത്. ഉറപ്പായിട്ടും നിങ്ങൾക്കത് പണി കിട്ടും. ഓക്കെ, വാങ്ങുമ്പോൾ നല്ല പ്രൊഡക്ട്സ് തന്നെ നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക. പിന്നെ കോമ്പാക്ട് പൗഡർ വാങ്ങുമ്പോൾ ഫൗണ്ടേഷൻ്റെ കോമ്പാക്ട് പൗഡർ ഉണ്ടെങ്കിൽ സെയിം അതിൻ്റെ തന്നെ വാങ്ങാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ മാത്രം ചില ഫൗണ്ടേഷന് കോമ്പാക്ട് പൗഡർ വരുന്നില്ല, അങ്ങനെയാണെങ്കിൽ മാത്രം. പക്ഷേ ഇപ്പം അതായത് നല്ല പ്രൊഡക്ട്സിൻ്റെ ഫൗണ്ടേഷൻ്റെ കോമ്പാക്ട് പൗഡറൊക്കെ ഉണ്ട്. ഓക്കെ, നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. നല്ല പ്രൊഡക്ട്സിൻ്റെ കോമ്പാക്ട് പൗഡേഴ്സ് അവൈലബിൾ ആണ്. ലോക്കൽ പ്രൊഡക്ട്സിൻ്റെ കോമ്പാക്ട് പൗഡേഴ്സ്, ചില ഫൗണ്ടേഷന് കോമ്പാക്ട് പൗഡേഴ്സ് ഉണ്ടാവില്ല. നിങ്ങളത് ശ്രദ്ധിച്ച് വാങ്ങുക ഈ കാര്യങ്ങൾ. പിന്നെ ഹൈലൈറ്റർ നിങ്ങൾ മസ്റ്റായിട്ട് വാങ്ങുക. നിങ്ങൾ മേക്കപ്പ് ഒന്ന് ഫില്ലായി, അല്ലെങ്കിൽ ഒന്ന് ഫില്ലായ മാതിരി തോന്നുക, ഫുള്ളൊരു ഗ്ലോ കിട്ടാൻ ഒരു ഫില്ലായ മാതിരി തോന്നും. ആ ഹൈലൈറ്റർ കൂടി വന്നാലേ നിങ്ങളുടെ ഫേസ് ഒന്ന് ഫില്ലാവുള്ളൂ മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ഹൈലൈറ്റേഴ്സ് വാങ്ങുക. ഹൈലൈറ്റർ ഇപ്പോൾ സ്റ്റോപ്പ് ക്രീം ആയിട്ടും അവൈലബിൾ ആണ്. അപ്പോൾ രണ്ടായാലും നിങ്ങൾക്ക് വാങ്ങാം. പിന്നെ ബ്ലഷ് അങ്ങനെ മാത്രം വാങ്ങിക്കാം. ഓക്കെ, ബ്ലഷ് നിങ്ങൾ നോക്കിയിട്ട് മാത്രം വാങ്ങിയാൽ മതി. ചിലവർ യൂസ് ചെയ്യാത്തവരുണ്ട്, അതുകൊണ്ടാട്ടോ ഞാൻ ബ്ലഷിൻ്റെ കാര്യം എടുത്തു പറഞ്ഞത്.
പിന്നെ കാജലും നിങ്ങൾ വാങ്ങുമ്പോൾ ഐലൈനർ നിങ്ങൾ വാങ്ങിയിട്ടില്ലെങ്കിലും കാജൽ നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക. കാരണം കാജൽ കൊണ്ട് ഒത്തിരി പ്രയോജനങ്ങളുണ്ട്. നിങ്ങൾക്ക് അടിയിൽ കണ്ണെഴുതാം, മേലെ കണ്ണെഴുതാം, സ്മോക്കേഴ്സ് ചെയ്യാം, കാജൽ കൊണ്ട് തന്നെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ ഐലൈനർ കൊണ്ട് ജസ്റ്റ് നമുക്ക് ലൈൻ ചെയ്യാൻ മാത്രമായിരിക്കും പറ്റുക. ഓക്കെ, അപ്പോൾ കാജൽ നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക. ഐലൈനർ ഇല്ലെങ്കിലും കാജൽ നിങ്ങൾ വാങ്ങുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇത്രയും പ്രൊഡക്ട്സ് നിങ്ങളെ കയ്യിലുണ്ടായാൽ മതി. നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ വാങ്ങാൻ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കി ശ്രദ്ധിച്ച് പൈസ കുറവിൻ്റെ അല്ലാതെ നല്ല പ്രൊഡക്ട്സ് വാങ്ങും. ഇനി എന്തെങ്കിലും പ്രൊഡക്ട്സിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ അതിൻ്റെ കാര്യങ്ങളും റിവ്യൂവും കാര്യങ്ങളും പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ പേര് ഷാഹില ബിൻഷാദ്. നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു വയ്ക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.